ക്രിസ്മസ് മേടിച്ചത് നവംബർ 29-ാം തീയതി. നക്ഷത്രം ഇട്ട് കേട്ടോ. ഞാൻ മേടിച്ച പുതിയ വീട്ടിൽ എൻ്റെ ഒരു കുഞ്ഞ് വീടാണ്. ആ വീട് ഞാൻ മേടിച്ചതാണ്. എൻ്റെ വളരെ ഏറെ ആഗ്രഹമായിരുന്നു എറണാകുളം ജില്ലയിൽ ഒരു വീട് മേടിക്കുക എന്നുള്ളത്. അത് ഞാൻ മേടിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവം എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ചു. ആ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ചെറിയ വീടാണ് കേട്ടോ, ഒരു കുടിലാണ് കേട്ടോ. എന്നാലും എനിക്ക് സന്തോഷമാണ്. ഞാൻ സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെയാണ് ഇപ്പോൾ. എൻ്റെ സ്വന്തമല്ലേ. നക്ഷത്രം ഇട്ട് ഇവിടെ കാണത്തില്ല, കണ്ട? എന്നാ രസം. നക്ഷത്രം ഇട്ട് കണ്ടോ, നക്ഷത്രമിട്ടു കണ്ടോ. എവിടെ എന്താണ്? സൂപ്പറല്ലേ നോക്കി, അങ്ങനെ ഒതിച്ച് വന്ന് നിൽക്കുന്നവർ. അയ്യ എന്നാ രസമാണ്. കണ്ട? ഞാൻ നക്ഷത്രം. ഇതാണ് എൻ്റെ കുഞ്ഞു വീട്. ഈ ഇരുട്ടത്ത് നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. അവിടെ ഊണ് ഒക്കെ ഉണ്ട്. ശരി, അവിടെ തൊട്ടടുത്ത് വേണ്ട സ്വാമി ശരണയ്യപ്പ വിളിക്കും. വഴി തടഞ്ഞിരിക്കുന്നതുകൊണ്ട് അതെ. കേൾക്കാൻ പറ്റുന്നുണ്ടോ അവിടെ? എൻ്റെ വീട് നമ്മുടെ വീട് എന്ന് പറയാം. അതാണ് നല്ലത്. എല്ലാവർക്കും ആഗ്രഹമല്ലേ ഒരു സ്വന്തമായിട്ട് വീട് മേടിക്കും എന്നുള്ളത്. അത് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്. ഓക്കെ, നമ്മുടെ വീടെന്ന് പറയാം. നമ്മുടെ വീട് ചെറിയ വീട്, എറണാകുളം ജില്ലയിൽ ഒരു ചെറിയ വീട് ഞാൻ മേടിച്ചിട്ട് കുറച്ചായി കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്ക് നക്ഷത്രം ഇട്ടപ്പം ഇന്നാണ് എനിക്ക് ആ വീഡിയോസ് എടുക്കാൻ തോന്നിയത്. ആ നക്ഷത്രത്തോട് കൂടിയിട്ട് ഒരു ഇതെടുക്കാൻ തോന്നിയത്. കണ്ട എന്നാ ഭംഗിയോ നോക്കുക. ആകാശത്ത് ഉദിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു നക്ഷത്രം. അത് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ വീടാണ്, 2 നില വീടാണ്. അതൊന്നും കണ്ടിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. എൻ്റെ ചെറിയ കുടിലാണെങ്കിലും എനിക്കതിൽ സന്തോഷമുണ്ട്. ഞാനതിൽ സന്തോഷം കണ്ടെത്തുന്നു. ആരും ഇറങ്ങിപ്പോകാൻ പറയത്തില്ലല്ലോ. ഇറങ്ങിപ്പോടി, ഒരു ദിവസം വാടക കൊടുക്കാനില്ലെങ്കിൽ ആരും ഇറങ്ങിപ്പോടാൻ പറയത്തില്ലല്ലോ. ഉണ്ട്, അതിലെനിക്ക് സന്തോഷമൊന്നുമില്ല. എനിക്ക് എൻ്റെ ചെറിയ വീട് തന്നെയാണ് എനിക്കിഷ്ടം. ആ വീട് ഞാനെപ്പോഴെങ്കിലും കാശുണ്ടാകുമ്പോൾ അത് ഇച്ചിരി വലുതാക്കാം. ഓക്കെ, അപ്പോൾ ഹാപ്പി ക്രിസ്മസ്